ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തില്ല എന്നും മറ്റുമാണ് ഹൈക്കോടതിയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം. ഒരു ഹർജിക്കാരൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പുതിയ വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതെല്ലാം ഫയൽ ചെയ്യപ്പെട്ട അവസ്ഥയിലാണുള്ളത്. സ്വത്ത് വഖഫ് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന നിയമത്തിലെ ചില ഭാഗങ്ങളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. അത്തരമൊരു ഇടപെടൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങൾ, അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളുണ്ട്. ആ ഹർജികളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ ചോദ്യം ചെയ്യുന്നത് IUML-ന്റെ ഹർജിയുടെ ഭാഗമായി കാണാൻ കഴിയും. ഏറ്റവും രസാവഹമായ കാര്യം, ലീഗിൻ്റെ മന്ത്രിയാണ് വഖഫ് വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി. ആ ചുമതല ഏറ്റെടുത്ത ഉടൻ ലീഗിൻ്റെ പ്രഖ്യാപിത നയത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. ഇത് വ്യക്തിപരമായി ആ മന്ത്രിയുടെ നിലപാടാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ നിലപാടിൽ മാറ്റം വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു നിലപാട് മന്ത്രി എടുത്തത് എന്ന് മാത്രമേ കരുതാനാവൂ. തീർത്തും വിരോധാഭാസമായൊരു കാര്യമാണ്. ഈ കേസുകളെല്ലാം സുപ്രീം കോടതിയുടെ സജീവ പരിഗണനയിലിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ നിലപാട് വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് LDF സർക്കാർ കേന്ദ്ര നിയമത്തിനോടുള്ള നയപരമായ എതിർപ്പിനോടൊപ്പം അമുസ്ലിങ്ങളായ അംഗങ്ങളെ കോടതിയുടെ തീർപ്പനുസരിച്ച് ഉൾപ്പെടുന്ന കാര്യത്തിൽ പിന്നീട് നിലപാടെടുക്കാം എന്ന സമീപനം LDF സർക്കാർ സ്വീകരിക്കാനിടയായി. രാഷ്ട്രീയമായി നോക്കിയാൽ ഈ നിലപാടിനോട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ യോജിച്ചവരാണ് UDF. എന്നാൽ ഭരണത്തിൽ വന്ന ശേഷം പൊതുവെ ന്യൂനപക്ഷങ്ങൾക്കും മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കുമെല്ലാം ആശങ്ക ഉളവാക്കുന്ന വിധത്തിലാണ് ഇവരെ കൂടി, ഈ രണ്ട് മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ, അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന നിലപാട് കോടതിയിൽ UDF ഗവൺമെൻറ് അറിയിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF ഉയർത്തിയ രാഷ്ട്രീയ ഡീൽ, അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പൊതുസമൂഹം ഓർക്കുന്നുണ്ടാകും. അതെല്ലാം അവർക്ക് തന്നെ ചേരുന്നതാണ് എന്താണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. സംഘപരിവാറുമായി രഹസ്യധാരണയോ കൈകോർക്കലോ അല്ല,
അതിനു പകരം സമ്പൂർണമായ കീഴടങ്ങലും പാദസേവയുമാണ് ഇപ്പോഴത്തെ നടപടികളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതി, SIR പ്രക്രിയ, ഇതെല്ലാം കേന്ദ്ര സർക്കാർ വ്യാപകമായി ദുരുപയോഗം ചെയ്തത് നാം കണ്ടതാണ്. ഇപ്പോൾ വലിയൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുകയാണ്. അതിലേക്ക് വിശദമായിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന ചില പ്രദേശങ്ങൾ ജനസംഖ്യാ വ്യതിയാനം, ഡെമോഗ്രാഫിക് ചേഞ്ച് പഠിക്കുവാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഇത് വലിയ വിവാദമാണ് ഉയർത്തിയിട്ടുള്ളത്. കേന്ദ്രത്തിൻ്റെ സമീപനം എന്താണ് എന്ന് മതനിരപേക്ഷ സമൂഹത്തിനൊക്കെ നല്ല വ്യക്തതയോടെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ മതപരമായും വർഗീയമായും വിഭജിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ മറ്റൊരു ഉൽപ്പന്നമായാണ് ഈ പുതിയ കേന്ദ്ര വഖഫ് നിയമത്തെ കാണേണ്ടത്. LDF കാലത്ത് ആ നിയമത്തിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് നടത്തിയിട്ടുള്ളത്. ഒരു ചെറുത്തുനിൽപ്പുമില്ലാതെ അവരോട് യോജിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ തിട്ടൂരത്തിന് വഴങ്ങി പൂർണ്ണമായും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിയമം നടപ്പാക്കാമെന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് അപമാനകരമായ കാര്യമാണ്, തീർത്തും ലജ്ജാകരമായ കാര്യമാണ്. ഇക്കാര്യത്തിൽ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ആശങ്ക ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയർന്നു വരും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇതാണ് ആമുഖമായി പറയാനുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.